What's up guys, welcome to our channel. So നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോർമോൺ ഇംബാലൻസിനെ പറ്റിയാണ്. അപ്പോൾ ഹോർമോൺ ഇംബാലൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൻസിലും മെൻസിലും എല്ലാം കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ്. പക്ഷേ കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൻസിലാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ധാരാളം അധികം ഹോർമോൺസ് ഉണ്ട്. ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രോജൻ, ഇൻസുലിൻ, അങ്ങനെ ഇഷ്ടം പോലെ അധികം ഹോർമോൺസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എമൗണ്ട് ചിലതിൻ്റെ എമൗണ്ട് കൂടി കഴിയുമ്പോൾ ചിലതിൻ്റെ എമൗണ്ട് കുറയുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആൻസൈറ്റി ആയി, ഫിയർ ആയി, നമുക്ക് സ്ട്രെസ്സായി, അതുപോലെ നമുക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷൻ, നമുക്ക് ഹെയർ ലോസ് ഉണ്ടാകുന്നത്, അതുപോലെ നമുക്ക് ഒബീസിറ്റി, ഇങ്ങനെ ഒരുപാടധികം പ്രോബ്ലംസ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയുന്നതും പിന്നെ നമ്മൾ നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി മെഡിസിൻസ് വാങ്ങി കഴിക്കുന്നത്. പക്ഷേ ഒരു കാരണവശാലും ഈ മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെർമനൻ്റ് ആയിട്ട് ഇവർക്ക് ഇതൊരു ക്യൂർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കാറില്ല. പക്ഷേ നമുക്ക് ന്യൂട്രീഷൻ വഴി കംപ്ലീറ്റ് ആയിട്ടും പെർമനൻ്റ് ആയിട്ട് ഈ ഒരു പ്രോബ്ലംസിനെല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് നോക്കാം. നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ഫാറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡ്സ്, നട്ട്സ്, അതുപോലെ തന്നെ ഫാറ്റി ഫിഷ്, ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഫാറ്റി ആയിട്ടുള്ള ഫുഡ് പലപ്പോഴും നമ്മൾ കഴിക്കാറില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാറ്റി ആയിട്ടുള്ള ഇപ്പോൾ നട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് നട്ട്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂട് കയറും, നമ്മുടെ ശരീരത്തിൽ ചൂടാവും, അത് കഴിഞ്ഞ് നമുക്ക് മുഖക്കുരുവുള്ള പ്രോബ്ലംസ് ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ് പലരും കഴിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓയിലി സ്കിന്നായി പോകും എന്നൊക്കെ പറഞ്ഞാണ് പലരും കഴിക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മൾ ഈ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ ശരിക്കും നല്ലപോലെ വെള്ളവും കുടിച്ച് കഴിഞ്ഞ് നമ്മൾ നല്ലതായിട്ടൊന്ന് വർക്കൗട്ടും കൂടെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ബോഡി ഹീറ്റ് ആവത്തൊന്നുമില്ല, നമുക്ക് ഈ പറയുന്ന മുഖക്കുരുവുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും കഴിച്ചിരിക്കുന്ന സംഭവം തന്നെയാണ് ഹെൽത്തി ഫാറ്റ്സ്. അപ്പോൾ ഹെൽത്തി ഫാറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡൊന്നും കഴിക്കണം എന്നല്ല പറയുന്നത്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ അടങ്ങിയ ഫുഡാണ്, ബാഡ് കൊളസ്ട്രോൾ ആണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫുഡ്, ഈ പീനട്ട് ബട്ടർ, ഈ പീനട്ട്സ്, ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് രണ്ടും മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വറുത്തതും പൊരിച്ചുമായിട്ടുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യണം. ഹെൽത്തി ഫാറ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്തി ഫാറ്റിനകത്താണെങ്കിൽ പോലും നമ്മൾ പീനട്ട് ബട്ടറൊക്കെ കഴിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിച്ചിട്ട് മേടിക്കണം. നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാടധികം പീനട്ട് ബട്ടറൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ അടങ്ങിയിട്ടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം 100% പീനട്ട് മാത്രം അടങ്ങിയ ഫുഡ് മാത്രം നിങ്ങൾ മേടിച്ച് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഹെൽത്തി ഫാറ്റിനകത്ത് നമുക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഫിഷ് എന്ന് പറയുമ്പോൾ ഫാറ്റി ഫിഷിനകത്ത് സാൽമൺ ഫിഷ് ഒക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. അതുപോലെ ട്യൂണ ഫിഷൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ആദ്യം പറയാനുള്ള പോയിന്റ്. നമുക്ക് രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകും. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് omega-3 ആൻഡ് omega-6. അപ്പോൾ omega-3 എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ omega-6 എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡയറ്റിനകത്ത് ധാരാളമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് omega-6. അപ്പോൾ നമുക്ക് omega-6 കുറച്ച് വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. omega-6 എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് omega-6. omega-6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്ട്രീറ്റിലോട്ട് ഇറങ്ങുകയാണ്, നമ്മൾ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഫുഡുകൾ തന്നെയാണ് എല്ലാവരും തന്നെ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോരം ഫുഡാണ് കഴിക്കുന്നത്, നമ്മൾ എന്തോരം വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്. omega-6ൻ്റെ അളവ് വളരെ കൂടുതലാണ്, നമ്മുടെ ഡയറ്റിനകത്ത് വളരെ കൂടുതലാണ്. പക്ഷേ omega-3 വളരെ കുറവാണ്. omega-3 അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാൽമൺ ഫിഷ്, ട്യൂണ ഫിഷ്, ഇതിൻ്റെ അകത്തൊക്കെയാണ്. അതുപോലെ തന്നെ അവക്കാഡോയ്ക്ക് അത് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ പീനട്സിൻ്റെ അത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെയാണ് നമുക്ക് omega-3 കിട്ടുന്നത്. അപ്പോൾ omega-3 നമുക്ക് മാക്സിമം കൂട്ടി വയ്ക്കാം. അതിനുശേഷം omega-6 അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ കൊണ്ടുണ്ടാക്കിയ ഫുഡുകൾ നമ്മൾ മാക്സിമം കുറച്ച് വയ്ക്കുക. അപ്പോൾ അതാണ് നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഇനി നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് രാവിലെ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു. അതായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ 3 ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ പിന്നീട് വർക്കൗട്ട് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടുന്നില്ല. ഇനിയിപ്പോൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ബിൽഡിങ്ങിനും ഉപരിയായിട്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു അഡ്വാൻറ്റേജും കൂടെ കിട്ടുന്നുണ്ട്. സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ, നിങ്ങൾക്കറിയാം സ്ട്രെസ് ഹോർമോൺ എന്ന് പറയുന്ന സംഭവമാണ് കോർട്ടിസോൾ. കോർട്ടിസോളിൻ്റെ എമൗണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. വർക്കൗട്ട് ചെയ്യുന്ന കോർട്ടിസോളിൻ്റെ എമൗണ്ടിനെ കുറയ്ക്കും. പകരം സെറോട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ എമൗണ്ട് കൂട്ടാനും സഹായിക്കും. അപ്പോൾ സെറോട്ടോണിൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി, നമുക്കൊരു ഫീൽ ഗുഡ് ഒരു മൂഡ് തരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് സെറോട്ടോണിൻ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സെറോട്ടോണിൻ്റെ ഹോർമോണിൻ്റെ എമൗണ്ട് കൂട്ടുകയും ഈ പറയുന്ന കോർട്ടിസോളിൻ്റെ എമൗണ്ട് കുറയ്ക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കൊരു ഫീൽ ഗുഡ് മൂഡ് ഉണ്ടാകുക നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എക്സസൈസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളിപ്പോൾ 2-3 ദിവസമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് 2 പുഷപ്പ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഉറങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കത്തിനെ പറ്റി നമ്മൾ പല വീഡിയോസിലും കവർ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഉറങ്ങേണ്ടതിനെ പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ ഹോർമോണൊക്കെ ബാലൻസിങ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മസിൽ ബിൽഡിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആണെങ്കിലും ഒക്കെ നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉറങ്ങുന്ന സമയത്താണ്. അപ്പോൾ ഈ ഉറങ്ങുന്ന സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമം 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. ഈ പ്രോപ്പറായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് 7 മണിക്കൂറെങ്കിലും ഉറങ്ങിയിട്ടുണ്ടായിരിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മളത് സ്കിപ്പ് ചെയ്ത് വിടുകയാണെങ്കിൽ
ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്ട്രെസ്സ് കൂടും. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സും അതുപോലെ തന്നെ ഈ ഉറക്കവും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഭയങ്കര സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ ഒരു ദിവസം ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് രീതിയിൽ ഉറങ്ങാൻ പറ്റില്ല, 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങിയുള്ളെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു 7 മണിക്കൂറൊക്കെ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ട്രെസ്സ് ശരിക്കും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും, അല്ല കോർട്ടിസോളിൻ്റെ എമൗണ്ട് ശരിക്കും കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിനിമം 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ അടുത്ത പോയിന്റിലോട്ട് പോകാം. നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് ധാരാളമായിട്ട് കഴിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡിൻ്റെ അത് നിങ്ങൾക്ക് വിറ്റമിൻ ഡി ധാരാളം കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും വേറൊരു ഓപ്ഷൻ നമുക്കുണ്ട്. അതേ ഓപ്ഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൺലൈറ്റ് തന്നെയാണ്. നമ്മൾ പല വീഡിയോസിലും കവർ ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ്. അതായത് നമ്മുടെ ടെസ്റ്റോസ്റ്ററോണൊക്കെ കൂട്ടാൻ വേണ്ടി നമ്മൾ വളരെയധികം സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ വിറ്റമിൻ ഡി എന്ന് പറയുന്ന സംഭവം. അത് മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഹോർമോൺ ഇംബാലൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ പറയുന്ന വിറ്റമിൻ ഡി. അപ്പോൾ വിറ്റമിൻ ഡി നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ സൺലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ സൺലൈറ്റിനെ പറ്റി പറയുമ്പോൾ, സൺ ബാത്തിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, അതായത് സൺ ബാത്ത് എപ്പോഴാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു റൂൾ വരെയുണ്ട്. അതായത് നിങ്ങളുടെ നിഴലുണ്ടല്ലോ, നിങ്ങളുടെ നിഴലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കഴിഞ്ഞ് ചെറുതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ സൺ ബാത്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻ നമുക്ക് ഉച്ച സമയം ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് പോകുന്നത്. നമ്മുടെ നിഴൽ നമ്മളെ കഴിഞ്ഞ് ചെറുതായിട്ട് പോകും. അങ്ങനെ ഒന്നും സൺ ബേൺ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ നിഴലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് സൺ ബാത്ത് ചെയ്യാവുന്നതാണ്. അത് ഒരു ടൈം വെച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ 8 മണിക്ക് മുന്നേയും അതുപോലെ വൈകിട്ട് 5 മണിക്ക് ശേഷവും സൺ ബാത്തിങ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. അപ്പം സൺ ബാത്തിങ് ചെയ്തിട്ട് നമുക്ക് ധാരാളം വിറ്റമിൻ ഡി കിട്ടും. വിറ്റമിൻ ഡി കിട്ടിയിട്ട് നമുക്ക് നല്ലപോലെ ഈ പറയുന്ന രീതിയിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒരുപാടധികം ബെനിഫിറ്റ്സ് വേറെയുമുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സൺ ബാത്തിങ് ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര പൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഭയങ്കര എല്ലായിടത്തും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല നമുക്ക് സൺലൈറ്റ് കിട്ടുന്നത്. ചിലയിടത്ത് ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും സൺലൈറ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കൻ്റെ അകത്തു നിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ ലിവറിൻ്റെ അകത്തു നിന്നൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് മുട്ടയുടെ യോക്കുണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞയ്ക്കകത്തു നിന്നൊക്കെ നമുക്ക് ധാരാളം വിറ്റമിൻ ഡി കിട്ടുന്നതാണ്. മഞ്ഞയ്ക്കകത്ത് വിറ്റമിൻ ഡി ഉണ്ടെന്ന രീതിയിൽ നിങ്ങൾ ധാരാളമായിട്ട് മഞ്ഞ എടുത്ത് കഴിക്കുകയും ചെയ്യരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം ഒരു 2 മുട്ടയുടെ മഞ്ഞയൊക്കെ ഒരു ദിവസം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഇതൊന്നും കിട്ടുന്നില്ല, ഫുഡിൻ്റെ അതൊന്നും കിട്ടുന്നില്ല, സൺലൈറ്റിൻ്റെ അതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സപ്ലിമെൻറ്റ്സിൻ്റെ അതൊന്നും കഴിക്കാവുന്നതാണ്. വിറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സും. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മുടെ അവസാനത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, സിഗരറ്റ് ആൻഡ് ടു മച്ച് കഫീൻ. അപ്പോൾ ആൽക്കഹോളും സിഗരറ്റും കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ ഇപ്പോൾ ഫിറ്റ്നസ് ആണ് നമ്മുടെ ഗോൾ എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാരണവശാലും മദ്യപാനവും പുകവലിയൊക്കെ അവോയ്ഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടും കൂടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല. നമുക്കിപ്പോൾ മദ്യപാനം അതുപോലെ സിഗരറ്റ് നല്ലപോലെ എല്ലാ ദിവസവും മദ്യപിച്ച് അതുപോലെ തന്നെ സിഗരറ്റ് മേടിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും നല്ല രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡി ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി പറയേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഏതായാലും അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ കഫീനെ പറ്റിയാണ് പലർക്കും അറിയത്തില്ലാത്തത്. എല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലർക്കും കോഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാടധികം കോഫി കൺസ്യൂം ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് സ്ട്രെസ്സൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് പലരും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് പലരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഫി കുടിക്കുന്നത് തന്നെ. അപ്പോൾ ടൂ മച്ച് ആയിട്ടുള്ള കഫീൻ കൺസംഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ 200 മില്ലിഗ്രാം ടു 300 മില്ലിഗ്രാമിന് എബോവ് ആയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കഫീൻ എന്ന് കൺസ്യൂം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളധികം പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് സ്ട്രെസ്സ് ചിലപ്പോൾ നമ്മുടെ കൂടും, അതുപോലെ തന്നെ നമുക്ക് ഉറക്കമില്ലായ്മ അതുപോലെ ആൻസൈറ്റി പോലുള്ള പ്രോബ്ലംസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ടൂ മച്ച് ആയിട്ടുള്ള രീതിയിൽ കഫീൻ കൺസ്യൂം ചെയ്യരുത്. നമുക്ക് ഒരു കപ്പ് കോഫിയൊക്കെ നമുക്ക് ഒരു ദിവസം നമുക്ക് ഒരു കപ്പ് കോഫിയൊക്കെ കുടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മളെല്ലാവരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ പ്രീ വർക്കൗട്ടൊക്കെ ആയിട്ടും കഴിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ കോഫി എന്ന് പറയുന്ന സംഭവം. അപ്പം എല്ലാ സമയത്തും ഇങ്ങനെ കോഫി കുടിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പ്രോബ്ലം കൂടെ ഉണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് നിങ്ങൾ ചുരുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു കപ്പ് കോഫിയുടെയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് അടുത്തായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള പോയിന്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ള പോയിന്റ്സ് ആണ്. നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാടധികം സ്ട്രെസ്സും അതുപോലെ തന്നെ ഇപ്പോൾ എഡ്യൂക്കേഷണൽ സ്ട്രെസ്സ്, ഫിനാൻഷ്യൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ ഫാമിലി സ്ട്രെസ്സൊക്കെ വന്നിട്ട് ഒരുപാടധികം പ്രോബ്ലംസ് നമുക്കിപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഹോർമോൺ ഇംബാലൻസ് എല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള അതായത് നമ്മുടെ ഹാബിറ്റിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ അതുപോലെ നമ്മുടെ ഫുഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലംസ് നമ്മുടെ ഹോർമോൺ ഇംബാലൻസും കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ അടി വന്നു. മറ്റൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.